ഹായ് കൂട്ടുകാരെ, വൈകുന്നേരമായപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി നല്ല മൂത്ത ചക്ക കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം ചട്ടിയമ്മ കൊണ്ടുവച്ച് പുള്ളിയതാണത്. ഇപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോയി ഇങ്ങനെ പാടായി നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രാവശ്യം ചക്ക കിട്ടിയായിരുന്നോ? ഞങ്ങൾക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചക്കയെല്ലാം നന്നാക്കി കഴിഞ്ഞിട്ട് അവസാനം ഇതിൻ്റെ കൂടെ ഒരു കുരുവിനെ പറഞ്ഞു വിടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ചക്ക പറയുന്നു, ഇത്രയും കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിച്ചിട്ട് ഒരാൾ പോലും എൻ്റെ കൂടെ വന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടുപേരെ അതിൻ്റെ കൂടെ പറഞ്ഞു വിടുന്നുണ്ട്. ഇനി ചക്കപ്പരക്ക് നമുക്ക് വേണ്ട. അപ്പോൾ അതെല്ലാം നന്നാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളവും എല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിന് അടപ്പത്ത് വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് തേങ്ങയിലേക്ക് വെളുത്തുള്ളി, കറിവേപ്പില, ചുമന്നുള്ളി, ജീരകം, ആവശ്യത്തിന് കാന്താരിമുളക്, കുരുമുളക് പൊടിച്ചത്, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇവയെല്ലാം ഇട്ട് ഇതുപോലെ ചതച്ചെടുത്തു. പിന്നെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് കുറച്ച് ഉണക്കമീനും കൂടി അങ്ങ് വറക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ചക്ക നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ ഈ അരപ്പ് അതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി ആവിയേറ്റി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പാത്രത്തിലിടണം. ഉണക്കമീൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് കുഴച്ച് 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 നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മീൻ വെച്ചതോ കോഴിയൊക്കെ ആണെങ്കിൽ ഇതിനും സൂപ്പർ. ഇപ്പം ഇതില്ലാത്തതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ.